യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ശുപാസ്റ്റർ അത് വായിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യം. ഒരു ശതാധിപൻ വന്ന് അവനോട് യേശു അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. കേട്ടോ, ശതാധിപന്റെ മറുപടി കേട്ടോ, നീ എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ. ബാക്കി വെച്ചു. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, കേട്ടോ, ഇവിടെ കൽപ്പിച്ചാൽ മതി, വീട്ടിലിരിക്കുന്നിടത്ത് സൗഖ്യം ഉണ്ടാവും. അങ്ങ് എന്റെ വീട്ടിൽ വരാനൊന്നും, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ബാക്കി വായിച്ചു. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ ആകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കേട്ടോ, അതിന് വലിയൊരു ആശയമല്ലേ? ഞാൻ ആരാണ്? അധികാരമുള്ളവനാണ്. ഞാൻ കൽപ്പിച്ചാൽ അത് ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശ്രേഷ്ഠ അധികാരത്തിന് ഉറവിടമായവൻ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ചിലരവിടെ ചെല്ലും, ദൂതഗണങ്ങൾ അവിടെ ചെല്ലുവന്നേ. അങ്ങ് ഇവിടുന്ന് കൽപ്പിച്ചാൽ മതി, അവിടെ വിടുതൽ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആരാ പറഞ്ഞതെന്നറിയാമോ? ശതാധിപൻ. ശതാധിപൻ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടില്ല, അല്ലേ? ഇവൻ യഹൂദനല്ല, റോമൻ പട്ടാളത്തിന്റെ അധികാരമുള്ള ഒരുവനാണ്. റോമൻ ഭരണകൂടവുമായി അഭേദ്യമായ ബന്ധം വെച്ച് പുലർത്തുന്ന ഒരുവൻ. ഹല്ലേലൂയ. യഹൂദനല്ല. പക്ഷേ ഇവന്റെ വിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെട്ടു പോയി. വായിച്ചാട്ടെ. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. കേട്ടോ, ഇസ്രായേൽ കൂടെ ഇത്രയും ഒരു വിശ്വാസത്തെ ഞാൻ കണ്ടിട്ടില്ല. കേട്ടോ, ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും ഉപകൽപ്പനകളും കൽപ്പനകളും, ഹല്ലേലൂയ, തത്വവും തത്വജ്ഞാനം കൊണ്ട് നിറയപ്പെട്ട, ഹല്ലേലൂയ, ഒരു സമൂഹത്തിന് നോക്കി പറയാണ്, ഈ കൂട്ടത്തിന് ഇല്ലാത്തൊരു വിശ്വാസത്തെ ഞാൻ ഇവരെ കണ്ടു. ഹല്ലേലൂയ. യേശു ആശ്ചര്യപ്പെട്ടു, യേശു അതിശയപ്പെട്ടു. ലൂക്കോസിന്റെ 7:9 ഇതേ വിഷയം തന്നെയാണ്. ആ 7:9 വായിച്ചാട്ടെ. ലൂക്കോസ് 7:9. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ടു. ഇവിടെ അതിശയപ്പെട്ടു, ഇവിടെ ആശ്ചര്യപ്പെട്ടു. തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരേ വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത്. ശതാധിപന്റെ വാക്കിനെ തുടർന്ന്, ശതാധിപൻ യേശുവിന് കൊടുത്ത മറുപടിയെ തുടർന്ന് യേശുവിന്റെ നിലപാടാണ് ഈ പറയുന്നത്. യേശു അതിശയപ്പെട്ടു, യേശു ആശ്ചര്യപ്പെട്ടു. എന്താ ആശ്ചര്യപ്പെട്ടത്? ശതാധിപന്റെ വിശ്വാസത്തെ ചൊല്ലി, അല്ലേ? നമുക്ക് മറ്റൊരു ഭാഗം എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗം. വായിച്ചാട്ടെ. മർക്കോസ് 6-ന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം വായിച്ചാട്ടെ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു തന്റെ പിതൃ നഗരത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ യഹൂദന്മാരെ നടുക്കാണ്. സ്തോത്രം. താൻ വളർന്ന് താൻ ജീവിച്ചു വന്ന
തൻ്റെ എല്ലാം എന്ന് താൻ കണക്കാക്കാവുന്ന ഒരു പശ്ചാത്തലത്തിന്റെ അകത്ത് നിൽക്കുക. അവൻ പള്ളിയിൽ ചെന്ന് എന്ത് ചെയ്തു? ശബത്ത് ദിവസത്തിൽ ഉപദേശിച്ചു. പലരും കേട്ട് വിസ്മയിച്ചു. ഇവൻ ഇവ എവിടെ നിന്ന്? എന്തൊരു ജ്ഞാനമായി, എന്തൊരു അറിവാണ്, ഈ അറിവ് ഇവൻ എവിടുന്ന? എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടന്ന വീര്യപ്രവർത്തികളും എന്ത്? ഇവൻ മറിയുടെ മകനും. കേട്ടോ, യേശുവിനെ കുറിച്ചുള്ള ഐഡന്റിറ്റി, യേശു ആരെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ആ ദേശക്കാര് പറയുന്നത് നോക്കിക്കോണേ. ഇവിടെ കൂടിയിരുന്നവര് പറഞ്ഞത് കേട്ടോണേ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേഫ്, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഹല്ലേലൂയ. അവന്റെ ഐഡന്റിറ്റി നമുക്കറിയാവുന്നേ. കിട്ടുന്നുണ്ടോ? അവൻ ആരാന്ന് എവിടത്തെയാന്നും അല്ലേ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. ഇവനൊക്കെ ഇതിനപ്പുറത്ത് എവിടെ പോകാനും, അവൻ ഏത് വീട്ടിലാണെന്നറിയാവും, ആരുടെ മകനാണെന്നറിയാവും. നിന്നെപ്പറ്റി ചില വിളിപ്പേരുകളും ചില ഐഡന്റിറ്റിയും ഒക്കെ നിന്നെപ്പറ്റി ലോകം പറയുമ്പോൾ ആ പറയുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുമെന്ന് ഇത് പകൽക്കാലം ഒരു ദൂതിനെ ഞാൻ കൈമാറുകയാണ്. ഏറ്റെടുക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ അപ്പനെ കണ്ട, നിന്റെ അമ്മയെ കണ്ട, നിന്റെ കുടുംബ പാരമ്പര്യമനുസരിച്ച് നിന്നെ കണ്ട ആ കാഴ്ചപ്പാടിനകത്ത് എന്റെ ദൈവം നിന്നെ ഉയർത്തി. കളിയാത്തവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കാൻ. ഇതിനപ്പുറത്തൊന്നും പൊങ്ങാനില്ലെന്നേ. നമുക്കറിയാൻ വയ്യാത്തതാണ് ഇവൻ എവിടെ നിന്ന് ഭരിക്കാനും കിട്ടിയാലും എന്താ? ഇവൻ ആരാ? ഇവൻ തച്ചനല്ലയോ? ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇവന്റെ സഹോദരന്മാരുണ്ട്, ഇവന്റെ അമ്മയുണ്ട്, ഇവന്റെ സഹോദരിമാർ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിൽ സ്വന്തം ഭവനത്തിലും അല്ലാതെ ഇല്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിച്ചോണേ, അവിടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ വായിൽ നിന്നും ശക്തമായ വചനം പുറപ്പെട്ടു, അത് കേട്ട് അത്ഭുതപ്പെട്ടു ജനം. പക്ഷെ വീര്യപ്രവർത്തികൾ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. വായിച്ചു കഴിയില്ല. അവരുടെ അവിശ്വാസം ഏതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ശ്രദ്ധിച്ചോണേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 10 വരെ ഭാഗം വായിച്ചപ്പോൾ ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. ഇവിടെ ഹല്ലേലൂയ, യഹൂദന്മാരുടെ അവിശ്വാസം കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. രണ്ടിടത്തും ഒരേ സെന്റൻസ്. ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ അറിയാം. He marveled because of his faith. അവന്റെ വിശ്വാസത്തിൽ അവൻ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നതോ ഹല്ലേലൂയ, അതിന്റെ അവൻ ആശ്ചര്യപ്പെടാൻ അത്ഭുതപ്പെടാനുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് their എന്താണ്? അൺബിലീഫ്, അവിശ്വാസം, വിശ്വാസമില്ലായ്മ. രണ്ടിടത്തും അത്ഭുതപ്പെട്ടു. ആദ്യത്തെ ആശ്ചര്യമുണ്ടായ എന്താണ്? യഹൂദന്മാർക്ക് ഇല്ലാത്ത വിശ്വാസം ആരുടെ മേൽ കത്തി? ശതാധിപന്റെ മേൽ കത്തി. ഹല്ലേലൂയ. ഇവിടെ ഒരു ജനത്തിന് വിശ്വാസമില്ലായ്മ മുഖാന്തരം, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റാഞ്ഞത് മുഖാന്തരം അവരുടെ അവിശ്വാസത്തെ ചൊല്ലി യേശു ആശ്ചര്യപ്പെട്ടു. ശ്രദ്ധിക്കണേ, എന്താ അവിടെ അവിശ്വാസത്തിന്റെ ബേസ്? മുന്നമേ ഒരു ധാരണ, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് ആ വിഷയത്തെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ ആശ്ചര്യപ്പെട്ടു. രണ്ടിടത്തും ആശ്ചര്യപ്പെട്ടു എന്ന് സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന്
നമുക്കിവിടെ പറയാം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒന്ന്, ശതാധിപന്റെ വിശ്വാസത്തിന്റെ തീവ്രത കണ്ട്, ഗ്രേറ്റ് ഫെയ്ത്ത്, ഭയങ്കര വിശ്വാസം കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. രണ്ട്, യഹൂദന്മാരുടെ അവിശ്വാസം നിമിത്തം ഇന്നും യഹൂദന്റെ കഥയും പറഞ്ഞ് യഹൂദന്റെ തിയറികളും പഠിപ്പിച്ച് നടക്കുന്ന ഒരുപാട് പേര് എന്നെ ഇത് കേൾക്കുന്നു എന്ന് എനിക്കറിയാം. മോശയുടെയും ഏലിയാവിന്റെ മേലീശയുടെയും കഥ പറഞ്ഞ് സമയം ചെലവഴിക്കുമ്പോൾ അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ നീ പുസ്തകം തുറക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതോ ഈ അവിശ്വാസത്താൽ നിറയപ്പെട്ട യഹൂദനെ പോലെയാണോ നിന്നെ പഠിപ്പിക്കൽ? നിനക്ക് പഠിപ്പിക്കാൻ ഒരു വിഷയമുള്ളൂ, ഏതാ? മോശ, ഏലിയാവ്, എലീശ, മൊർദെഖായി, ഹാമാൻ. യേശു ഇതിന് അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശുവിന്റെ പേരിലാ സഭ അറിയപ്പെടുന്നത്. ക്രിസ്തു കേന്ദ്രീകരണം, യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടത് എന്നൊക്കെയാ സഭയുടെ ടൈറ്റിൽ. നല്ല ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രസംഗ വിഷയം മുഴുവൻ ജുഡായിസം, പ്രസംഗ വിഷയം മുഴുവൻ യൂതമതത്തിന്റെ തത്വങ്ങളും ചിന്തകളും. ഫ്ലെക്സിലുണ്ട് യേശു ക്രിസ്തു. അവസാനം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉപയോഗിച്ചു യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, പിതാവേ കേൾക്കണമേ. അവിടെ ആകെക്കൂടെ യേശുവിനെ പറ്റി കേട്ടത്. പ്രസംഗിക്കാനും പറയാനും കൊള്ളാവുന്ന ഒരേ ഒരു നാമം, അതന്നെ യേശു അപ്പയുടെ നാമം. അവൻ പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ഒരുവനല്ല, വചനമായ സാക്ഷാൽ ദൈവമാണ്. അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകുന്നു. സ്തോത്രം. യേശു കർത്താവ് ആശ്ചര്യപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ശതാധിപന്റെ ഗ്രേറ്റ് ഫെയ്ത്ത് കണ്ട്. രണ്ട്, യഹൂദന്മാരുടെ അവിശ്വാസം നിമിത്തം. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചാൽ പ്രസംഗമൊക്കെ കേട്ടോണ്ടിരുന്നു, പോയിന്റ് ഒക്കെ കുറിക്കുന്നുണ്ട്. നല്ല പ്രസംഗം. എന്നോ പ്രസംഗിച്ചാൽ ഇവന്റെ അപ്പനെ നമുക്കറിയത്തില്ലേ, അമ്മയെ നമുക്കറിയത്തില്ലേ, ഇവന്റെ ഇന്നരെയൊക്കെ നമുക്കറിയത്തില്ലേ. പോയിന്റ് കുറിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് വേറെ വല്ല കുറിക്കുന്നത്. അത്ഭുതം നടക്കണമെങ്കിൽ, വീര്യപ്രവൃത്തി നടക്കണമെങ്കിൽ അവിടെ ഗ്രേറ്റ് ഫെയ്ത്ത് വെളിപ്പെടണം. ആഴത്തിലുള്ള വിശ്വാസം, വലിയ വിശ്വാസം വെളിപ്പെടണം. മനസ്സിലാക്കിയ കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15-ന്റെ 27-28 വാക്യങ്ങൾ വായിച്ചാണ്. അതിനവൾ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നൂർക്കുകളെ തിന്നുന്നുണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ രണ്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ശതാധിപൻ, രണ്ട് ആരാണ്? ഒരു സ്ത്രീ. ഏത് സ്ത്രീയാ? ഏത് സമൂഹത്തിന്റെ സ്ത്രീയാ? യഹൂദമതത്തിന്റെ പ്രതിനിധിയല്ല. അവിടെ യഹൂദമതത്തിന്റെ പ്രതിനിധിയല്ല. ഒരു ജാതീയനായ, ഒരു തികഞ്ഞ യഹൂദമതത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ യഹൂദമതത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തത്വങ്ങളിലും ചിന്തകളിൽ നിൽക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയുടെ വക്താവായ സ്ത്രീ. പക്ഷെ അവിടെ പിന്തിരിപ്പിക്കാൻ യേശു നോക്കിയിട്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ ഇവിടെ വല്ലാതെ ഞങ്ങളെ ശല്യം ചെയ്യും, ഇവിടെ പറഞ്ഞയക്കണം. യേശു അവിടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ചില വാക്കുകൾ ചോദിക്കുകയാണ്. അതിന്റെ മറുപടി നിങ്ങളെ കാണുവാണെങ്കിൽ ഈ ചോദ്യമെങ്കിൽ, അയ്യോ എന്നോ വേണ്ടായ്മ എങ്ങനെ പറയുന്നു പറഞ്ഞ് ഇന്നലെ പോത്തില്ലേ, നായ്ക്കുട്ടികളും താഴെ വീഴുന്ന തിന്നുന്നുണ്ടല്ലോ, അത് മതി. നിന്റെ യേശു അപ്പ പറയാം, നിന്റെ വിശ്വാസം വലുത്. ഭവനത്തിലെ നിലച്ച് മറുപടി വാങ്ങിച്ചോണ്ട് ഞാൻ പോത്തുള്ളൂ തീരുമാനം എടുത്ത് ഇറങ്ങിയിട്ടുണ്ടോ? നിന്റെ വിശ്വാസം തീവ്രമാണോ? നീ ഇന്ന് വെറുതെ പോത്തില്ല കേട്ടോ. ആരെങ്കിലും നിന്റെ വീട്ടിൽ നീ വെറുതെ പോത്തില്ല, മറുപടിയുമായിട്ട് തന്നെ പോത്തുള്ളൂ. കാരണം നിന്റെ മേൽ പകരപ്പെടുന്ന വിശ്വാസത്തിന്റെ ശക്തി അത് വലുതായതുകൊണ്ട് തന്നെ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വലുത് ചെയ്തെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. ചേർന്നൂടെ കർത്താവിനെ ശക്തി ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസ് 5-ാം അധ്യായം അതിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്കുകളൊന്ന് വായിച്ചാൽ.
ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ട, രണ്ടുപേരും യഹൂദരല്ല. ഇനി ഒരു യഹൂദ സ്ത്രീയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള 12 സംവത്സരം രക്തസ്രാവം ബാധിച്ചവളായി പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവേശിയായ തീർന്നൊരു ഒരു സ്ത്രീ യേശുവിന്റെ വാർത്ത കേട്ടോ. ഹല്ലേലൂയ. തന്റെ മതം തന്നെ പഠിപ്പിക്കുന്നു, പുറത്തിറങ്ങരുത്. പഴയ നിയമം പറയുന്നു, രക്തസ്രാവം ബാധിച്ച സ്ത്രീ യഹോവയുടെ ക്രോധത്തിനിരയായവളാണ്. ഹല്ലേലൂയ. അവിടെ മേലെ ബാധ അടിച്ചിരിക്കുകയാണ്, ബാധ ഏൽപ്പിച്ചിരിക്കുകയാണ്, ബാധ കൊടുത്തിരിക്കുകയാണ്, രോഗബാധ പകർന്നിരിക്കുകയാണ്. സൗഖ്യമാകയില്ല. പക്ഷെ യേശുവിനെ കുറിച്ചൊരു വാർത്ത അവൾ കേട്ടു. സൗഖ്യമാകില്ലെന്ന് മാത്രമല്ല, അവർക്ക് പുറത്തിറങ്ങാൻ യഹൂദ മതം വിലക്ക് കൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുമ്പിൽ അവർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഹല്ലേലൂയ. അവർക്ക് പോകാവുന്ന, സഞ്ചരിക്കാവുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അവിടെ മാത്രം. അവർക്ക് എല്ലാവരോടും ഇടപെടാൻ പറ്റുന്നില്ല. തന്റെ ഭവനത്തിൽ പോലും താൻ വേർതിരിക്കപ്പെട്ടവളായി, മാറ്റപ്പെട്ടവളായിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അവളൊരു വാർത്ത കേട്ടു. ഒരു തീരുമാനത്തിലെത്തി. എന്തെന്നറിയാവോ? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് എന്ത് നിരൂപിച്ചോ, എന്ത് പദ്ധതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ, അത് അവൾ പൂർത്തീകരിച്ചിട്ടാണ് തന്റെ ഭവനത്തിൽ പോയത്. മനസ്സിലായോ? ഒരു പദ്ധതിയിട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ തന്നെ ഹല്ലേലൂയ അത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. അയ്യോ, തടസ്സപ്പെടുത്തുന്നവരുണ്ട്, വഴി തടയുന്നവർ കാണും. എന്നെ പിടിച്ച് ഹല്ലേലൂയ യഹൂദ ന്യായകൽപ്പനയുടെ വ്യവസ്ഥ അനുസരിച്ച് എന്റെ മേൽ ശിക്ഷ വിധിക്കും. അവളൊന്നും ചിന്തിച്ചില്ല. വാർത്ത കേട്ടു, അവൾ പുറപ്പെട്ടു. ഒരു തീരുമാനത്തോടെ പുറപ്പെട്ടു. അവൾ പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് നീ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറയുകയാണ്. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. പഴയ നിയമം കെട്ടിവെച്ച ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക. നീ കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. വചനം പ്രമാണിച്ചില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല ചില സന്തതി പരമ്പരകളിലേക്കും ബാധ അയക്കുമെന്ന് പറയുന്ന, ശാപത്തിന്റെ ദൂത് അയക്കുന്ന ഒരുപാട് പ്രസംഗകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവരങ്ങനെ പ്രസംഗിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ പഠിപ്പിക്കുന്ന മുഴുവൻ എന്താണെന്നറിയാമോ? പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും കൂടെ മിക്സ് ചെയ്തൊരു കുപ്പിയിലാക്കി തരിക. പൗലോസ് പറയുക, പഴയതും പുതിയതും കൂടെ ഒന്നിച്ച് കലർത്തി തുരുത്തി പൊളിക്കല്ലേ. പഴയ വീഞ്ഞ് പഴയ തുരുത്തിയിലങ്ങ് വെച്ചാൽ മതി. അത് പുതിയ തുരുത്തിക്കൊത്തുകൊണ്ട് ഒഴിക്കരുതേ. പുതിയ തുരുത്തിയിൽ ഒഴിക്കേണ്ടത് പുതിയ വീഞ്ഞ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥമായിരിക്കുക. ആരോട് പറഞ്ഞു? സ്ത്രീയോട് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ. ഈ വിശ്വാസം എവിടെ നിന്നാ വരുന്നത്? എങ്ങനെ വരും ഈ വിശ്വാസം? അതിന്റെ അടിസ്ഥാനം എന്നതിന്റെ സോഴ്സ് എവിടെ? എബ്രായർ 12:2 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനം
12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ യേശുവിനെ നോക്കുവിൻ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ ഭാഗത്തിരിക്കുകയും ചെയ്തു. ഒരാമീൻ പറഞ്ഞു. എന്റെ വിശ്വാസത്തിന്റെ സോഴ്സായത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവാണ് എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ. മനസ്സിലാക്കിയവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താ? യേശു ക്രിസ്തു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ, പൂർത്തീകരണം നടത്തുന്നവൻ, നിന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ നിന്നിലൊരു പ്രവൃത്തി തികയ്ക്കുക തന്നെ ചെയ്യും. വിളിച്ച് വേർതിരിച്ചവൻ, പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച് നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ യേശു തമ്പുരാൻ പറയുന്നു, ദേശക്കാർ കാണുക, ചർച്ചക്കാർ കാണുക, സ്വന്തവും ബന്ധവുമായവർ കാണുക, അവൻ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതി ഇട്ടവരുടെ മുമ്പിൽ, നിന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ ആലോചന കഴിച്ചവരുടെ മുമ്പിൽ എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ സ്വന്തവും ബന്ധവുമായവർക്ക് അസൂയ തോന്നുന്ന തരത്തിൽ നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ ഊരി ഹല്ലേലൂയ ഒരു വിശാലമായ തലത്തിലേക്ക് നീ പരക്കാൻ പോയ നിന്റെ നാശം കുതിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം, എന്റെ തമ്പുരാൻ നിനക്കൊരു മറുപടി തരാൻ പോവുകയാണ്. എന്റെ തമ്പുരാൻ മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ കെട്ടിവെക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്രയൊക്കെ ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാൽ മറുപടി തരുമെന്ന് വാക്കു പറഞ്ഞവൻ അവൻ വിശ്വസ്തനത്രേ. ശത്രു എത്ര ശക്തനാണെങ്കിലും, അവന് പറയത്തക്ക എന്തൊക്കെ സംഘടനാ ബലമുണ്ടെങ്കിലും, എത്രയൊക്കെ ശക്തിയും ബലവും അധികാരവും ഉണ്ടെങ്കിലും, എന്നോട് വാക്കു പറഞ്ഞത് സകലത്തെ ഉണ്ടാക്കിയ തമ്പുരാനാണ്. എന്നോട് വാക്കു പറഞ്ഞത് ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തിന് അടിസ്ഥാനമിട്ടവനാണ്. വാക്കു പറഞ്ഞവൻ വിശ്വസ്തൻ, അവൻ തന്നെ വാക്ക് മാറ്റുകയില്ല. ഇരുട്ടിന്റെ നടുവിൽ, ഇരുട്ടിന്റെ മധ്യത്തിൽ മറുപടികളെ തരുവാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തി ഇതാ നിങ്ങളുടെ മേൽ പകരുക. ആത്മമണ്ഡലത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാണ്. മറുപടി കണ്ടുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനത്രേ, അവൻ തന്റെ വാക്ക് മാറ്റുകയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ തീവ്രമായ നിലപാടുകളുടെ മുമ്പിൽ കർത്താവ് ഒരു അത്ഭുതപ്പെട്ടു പോയി. എന്നൊരു വിശ്വാസമാണ്. എന്നാൽ അവിശ്വസിച്ച് നിൽക്കുന്ന സമൂഹത്തെ നോക്കി കർത്താവ് ആശ്ചര്യപ്പെട്ടു പോയി. നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പ്രമാണമുണ്ട്, പ്രവചന പുസ്തകങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ ഹല്ലേലൂയ കൈയെഴുത്തുകൾ കേന്ദ്രീകൃതമാണ്. ഹല്ലേലൂയ കല്ലിൽ കൊത്തിവെച്ച അക്ഷരത്തിൽ കേന്ദ്രീകൃതമാണ്. കല്ല് പോലെ കഠിനമാണ് നിങ്ങളുടെ ഹൃദയം. ഹല്ലേലൂയ. കല്ലിൽ കൊത്തിവെച്ച അക്ഷരത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയിൽ ബലത്തിൽ, ഹല്ലേലൂയ ശക്തിയുടെ അധികാരത്തിന്റെ പ്രകടനത്തിൽ, ഹല്ലേലൂയ ശക്തിയുടെ അധികാരത്തിന്റെ പ്രകടനം. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
പരിശുദ്ധനെ, നന്ദി പരിശുദ്ധനെ. സ്വർഗത്തിന്റെ കരഞ്ഞക്ക് വേണ്ടി ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗം സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് മിനിറ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ കർത്താവ് നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. എവിടെ നിന്റെ കണ്ണ് നിറഞ്ഞോ, ഏതു മേഖലയെ ഓർത്ത് നിന്റെ കണ്ണ് നിറഞ്ഞോ, ആ മേഖലയിൽ തന്നെ അവന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായിരിക്കും. ദൈവം ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.